ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സെയിൻറ്റ് തോമസ് ഇന്ത്യയിലേക്ക് വന്നതുമായി ബന്ധപ്പെട്ട് തോമായുടെ നടപടികൾ എന്ന അനൗദ്യോഗിക ഗ്രന്ഥത്തിൽ വളരെ രസകരമായ ഒരു വിവരണമുണ്ട്. ഉത്ഥാനാനന്തരം തോമസും മറ്റ് ശിഷ്യന്മാരും സെഹിയോൻ മാളികമുറിയിൽ ഒത്തുകൂടി തങ്ങൾ ഏതേത് രാജ്യങ്ങളിൽ പോയി സുവിശേഷം പ്രഘോഷിക്കണം എന്നതിനെക്കുറിച്ച് കുറിയിട്ട് തീരുമാനിക്കുകയായിരുന്നു. ശിമയോൻ കേപ്പായ്ക്ക് റോം ആണ് കിട്ടിയത്, യോഹന്നാന് കിട്ടിയത് എഫെസൂസ് ആണ്, തോമസ് ലേഹയ്ക്ക് കിട്ടിയത് ഇന്ത്യയാണ്, വിദൂരമായ ഇന്ത്യ. തോമസ് കരയാൻ തുടങ്ങി. എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് അയക്കുന്നു? എല്ലാവരെയും രണ്ടുപേരെ വീതമാണ് അയക്കുന്നത്. എന്തുകൊണ്ട് നീ എന്നെ ഇങ്ങനെ വിദൂരമായൊരു സ്ഥലത്തേക്ക് അയക്കുന്നു? ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, തോമസ്, നീ പോവുക, നീ ഒറ്റയ്ക്കല്ല, നിന്നോടൊപ്പം ഞാനുമുണ്ട്. പരസ്യജീവിതകാലത്ത് പരക്കെ ഒരു സംസാരമുണ്ടായിരുന്നു. ഈശോയും തോമസും ഇരട്ട സഹോദരന്മാരാണെന്ന്. ഇപ്പോൾ ഏതായാലും ഈശോയും കൂടെ ആ ഇരട്ട സഹോദരനെന്ന് തെളിയിച്ചുകൊണ്ട് തോമസിൻ്റെ കൂടെ ഇന്ത്യയിലേക്ക് വരാമെന്ന് സമ്മതിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ത്യക്കാരനായ ഹാബാൻ എന്നൊരു വ്യാപാരിക്ക് തോമായെ 20 നാണയത്തിന് കർത്താവ് വിറ്റു എന്നാണ് ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരടിമയായി വിൽക്കുകയായിരുന്നു. ഒരു കൊട്ടാരം പണിക്ക് വിദഗ്ധനായ ഒരു മരപ്പണിക്കാരനെ കണ്ടുപിടിക്കാൻ ഗുണ്ടഫർ രാജാവ് അയച്ച ദൂതനായിരുന്നു ഹാബാൻ. വിലയായി കിട്ടിയ 20 നാണയവും കർത്താവ് തോമസിന് തന്നെ കൊടുത്തു. അങ്ങനെ തോമസ് ഹാബാനോടൊപ്പം ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു. ആമേൻ.